കേരളത്തിലെ കോൺഗ്രസിന് സംസ്ഥാനത്തിനെതിരായ താൽപര്യങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തെ പുകഴ്ത്തിയ സ്വന്തം നേതാവിനെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞു. ഇത് കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ദേശാഭിമാനി എഴുതിയ ലേഖനത്തിലാണ് പിണറായിയുടെ വിമർശനം. കേരളത്തിലെ കോൺഗ്രസിന് സംസ്ഥാനത്തിന് എതിരായ താൽപര്യങ്ങളാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. കേരളത്തെ പുകഴ്ത്തിയ സ്വന്തം നേതാവിനെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞു. ഇത് കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണെന്നും മുഖ്യമന്ത്രി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. കേരളത്തിന്റെ വികസന പദ്ധതികളെ തടയുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDF പ്രക്ഷോഭം നടത്തിയപ്പോൾ UDF ഇതിൽ പുറംതിരിഞ്ഞു നിന്നു. കേരളം മെച്ചപ്പെടരുത് എന്ന നിലയിൽ കോൺഗ്രസ് അധപ്പതിച്ചുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയും നൂതന സമൂഹവുമായി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. വ്യവസായങ്ങൾ വരാത്ത സംസ്ഥാനം എന്ന ദുഷ്പ്രചരണം ഇനി നടത്താനാകില്ല. സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായി. 6200 സ്റ്റാർട്ടപ്പുകളിലൂടെ 62,000 തൊഴിലവസരങ്ങൾ ഉണ്ടായെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടിസ്ഥാനരഹിത ആരോപണങ്ങളും വ്യാജനിർമ്മിതികളും ജനങ്ങൾ സ്വീകരിക്കില്ലെന്നും വികസന പ്രവർത്തനങ്ങൾ തുടരാൻ ജനങ്ങൾ വീണ്ടും അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിന് വീണ്ടും അവസരം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. മാത്രമല്ല, സംഘപരിവാറിനെയും SDPയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരേ സമയം ഒപ്പം കൂട്ടുന്ന UDFന്റെ സമീപനങ്ങളെയും മുഖ്യമന്ത്രി ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.